में शामिल होने वाले मसीह के नाम से जय मसीह की। ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. एक और बार आपके बीच में आने के लिए प्रभु ने ऐसा सौभाग्य दिया, इसलिए प्रभु को मैं हृदय से धन्यवाद करता हूँ। ഇങ്ങനെ ഒരു അവസരം തന്ന തോമസൻ പാസ്റ്റർക്കും കുടുംബത്തിനും ദൈവം നന്മ നിറയ്ക്കട്ടെ. और ऐसे एक अवसर दिया हुआ प्रभु के दास पास्टर थॉमसन और उनके परिवार को परमेश्वर बहुत आयत से आशीष देने पाए। അല്പസമയത്തെ ബൈബിൾ ചിന്തയ്ക്ക് വേണ്ടി थोड़ा समय के वचन के मनन करने के लिए അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം इब्रानियों की पत्री 11 അധ്യായം അതിന്റെ 40 വാക്യം. 11वें अध्याय उसके 40वें वचन को हम देखेंगे। വായിക്കാം, ഹിന്ദിയിൽ വായിക്കാം. क्योंकि परमेश्वर ने हमारे लिए पहले से एक उत्तम बात ठहराई कि वे हमारे बिना सिद्धता को ना पहुंचे। അതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഞാൻ അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കും. और उसके आखिरी भाग आमीन मैं इस प्रकार से कहता हूं कि उसने हमारे लिए पहले से एक उत्तम बात ठहराई है। നാം പ്രതീക്ഷിക്കുന്നത് പോലെയോ നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി നല്ലത് കരുതിയിട്ടുണ്ട്. और हम जैसे इच्छा रखते हैं या जैसे हमने आमीन उम्मीद किया है वैसा नहीं, परमेश्वर ने हमारे लिए एक उत्तम बात को ठहराया है। ജീവിതത്തിന്റെ പ്രദർശനങ്ങൾ ഒക്കെ വരുമ്പോൾ നാം ചിന്തിക്കും നമുക്ക് വേണ്ടി ആരും കരുതാനില്ലല്ലോ, നമ്മെ ആരും ഓർക്കുന്നില്ലോ, നമ്മെ ആരും സഹായിക്കാനില്ലോ എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യമായ നിമിഷങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. और कई बार जीवन में कठिन समयों में और कठिन क्षणों में हम इस प्रकार सोचकर बैठ जाते हैं कि हमारे लिए बात करने के लिए, हमारे लिए बोलने के लिए, हमारे लिए सोचने के लिए कोई नहीं है, और ऐसी स्थिति में हम व्याकुल हो बैठते हैं। ജീവിതത്തിന്റെ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. और जीवन में जब कठिन परिस्थिति आ जाती है तो उसे कैसे हम सामना करेंगे, इस प्रकार का एक सवाल के सामने हम चिंतित रह जाते हैं। നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ ദൈർഘ്യം നിമിത്തം പലപ്പോഴും നാം തകർന്നു പോകാറുണ്ട്. और हम जिस परिस्थिति में या जिस विषयों के बीच में हम उलझे हुए रहते हैं वहां उस परिस्थिति के सामने हम टूट पड़ते हैं, ऐसी अवस्था में हम आ जाते हैं। ആ തകർന്നു പോകുന്ന സമയത്തായിരിക്കും ദൈവത്തിന്റെ കരുതൽ ഏതു വിധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. और ऐसे टूटने के समय में हम परमेश्वर किस प्रकार से हमारे लिए प्रबंध करता है उसके बारे में हम जान पाते हैं। അബ്രഹാമിന് ദൈവം വാർദ്ധക്യത്തിൽ ഒരു മകനെ ദാനമായി ചെയ്യാൻ ഇടയായി. अब्राहम के जीवन में हम देखते हैं कि उसके बुढ़ापे के समय में परमेश्वर ने उसे एक संतान दिया। താൻ ചിന്തിച്ചില്ല ഒരിക്കലും ഈ മകനെ യാഗം കഴിക്കാൻ ദൈവം പറയുമെന്ന്. ആ ജീവിതത്തിന്റെ ദൈർഘ്യ നിമിത്തത്തിൽ നമ്മൾ ഇസാക്കിനെ യാഗം കഴിക്കാൻ ദൈവം തന്നോട് അപേക്ഷിക്കുന്നത് നമുക്കറിയാൻ കഴിയും. और अब्राहम ने कभी भी अपने मन में ये बात का कल्पना भी नहीं किया होगा कि इस बुढ़ापे में प्राप्त किया हुआ इस संतान के विषय में परमेश्वर से आज्ञा देगा कि उसे ले जाकर तुम्हें बलिदान करना है। മറ്റാരോടും താൻ ചോദിക്കാതെ താൻ കുഞ്ഞിനെ യാഗം കഴിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. और उत्पत्ति के पुस्तक में ये बात को हम पढ़ पाते हैं कि उसने किसी और से ये बात की अनुमति ना लेते हुए अपने बेटे को उस बलिदान करने के लिए वो ले जाता है। ആ യാത്രയിൽ മകൻ ചോദിക്കുന്ന അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, പക്ഷെ യാഗമൃഗത്തിന് എവിടെ എന്ന് ചോദിക്കുമ്പോൾ उस यात्रा के दौरान अपने पित्र का ये सवाल उस पिता से इस प्रकार से होता है कि हे पिता, हमारे पास चाकू है, हमारे पास लकड़ी है, हमारे पास आग है, परंतु बलिदान का वस्तु कहाँ है। എന്ത് ചെയ്യണമെന്ന് മറുപടി പറയണമെന്ന് ചിന്തിക്കാതെ അബ്രഹാം യഹോവ കരുതിക്കൊള്ളും എന്ന് പറയാനിടയായി. और उस समय में क्या उत्तर देना है इस विषय के प्रति व्याकुल ना होते हुए अब्राहम अपने पुत्र से ये बात को उत्तर देता है कि यहोवा उसका पूर्ति करेगा। അവിടെ നമ്മൾ ഇങ്ങനെ ഈ മലയാളം ബൈബിൾ അങ്ങനെ തന്നെ കാണുന്ന മറ്റു തർജ്ജമയേക്കാൾ യഹോവ നോക്കിക്കൊള്ളും എന്നാണ് മറ്റുള്ള തർജ്ജമയിൽ കാണാൻ കഴിയുന്നത്. दूसरे मलयालम बाइबल के अनुवाद में इस प्रकार से अमीन बताया जाता है कि यहोवा देख लेगा।
അപ്പം ദൈവം നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ചിലത് നമുക്ക് വേണ്ടി ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. इसलिए ये बात को हमें समझना जरूरी है कि परमेश्वर ने हमारे लिए, हमारे जीवन के कई आवश्यकताओं के लिए परमेश्वर ने पहले से ही देखकर प्रबंध कर रखा है। തന്റെ മകനെ യാഗം കഴിക്കാൻ നേരത്ത് അബ്രഹാം യാഗം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമെ ബാലന്റെ മേൽ കൈവെക്കരുത് പറഞ്ഞു ഉടനെ നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടി കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായി കാണാനിടയായി. और अब्राहम जब जैसे ही अपने पुत्र के ऊपर उस चाकू को उठाकर उसे मारने के लिए वो तैयार रहा, तो वहां वो पीछे से एक आवाज सुनाई देता है कि अब्राहम अब्राहम अपने बेटे के ऊपर हाथ ना रखे। और उसने जब मुड़कर देखा तो झाड़ियों में फंसे हुए एक मेमने को उसने वहां पर देखा। ഒരിക്കലും അബ്രഹാം ഇങ്ങനെ ഒരു കരുതൽ പ്രതീക്ഷിച്ച് കാണത്തില്ല. और कभी भी शायद अब्राहम ने इस प्रकार का एक प्रबंध को अपने जीवन में कभी भी उम्मीद नहीं किया होगा। നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമായിരിക്കുക. നമ്മുടെ എന്ത് ഭാരമുണ്ടെങ്കിലും ദൈവത്തിനെ ഏൽപ്പിക്കാനിടയിൽ വിശ്വാസത്തിൽ നിലനിൽക്കാനിടയാ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. और ये बात को हमें जान रखना है कि हमारे सोचने से बढ़कर, हमारे ध्यान रखने से बढ़कर परमेश्वर हमारे लिए कार्य करता है, प्रभु हमारे लिए सोचता है और परमेश्वर इसे प्रबंध करता है। इसलिए प्रभु का मैं धन्यवाद करते रहना है। എന്റെ ഒരു അനുഭവം കൂടെ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर के दास अपने एक अनुभव को भी इस समय में बताना चाहते हैं। കഴിഞ്ഞ മാസം എന്റെ ഇളയ മകളുടെ വിവാഹമായിരുന്നു. और पिछले महीने में परमेश्वर के दास के छोटे बेटी का जो विवाह था, എന്റെ കയ്യിൽ ഒരു പൈസ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. और प्रभु के दास के पास कुछ पैसे उठाने के लिए भी नहीं थे। ദൈവം ആ തക്ക സമയമായപ്പോൾ ദൈവം വഴിയിലൂടെയും സാമ്പത്തികമായ സഹായം ചെയ്തതുകൊണ്ട് തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരു ബാധ്യതകളും ഇല്ലാതെ ദൈവം തക്ക സമയത്ത് അത് കരുതുവാൻ ഇടയായി. और परमेश्वर ने ठीक समय पर अनेक लोगों के द्वारा प्रबंध करके, अनेक लोगों के द्वारा उसी का उपाय करके, बिना कोई कर्ज का उस कार्य को पूरा करने के लिए प्रभु ने ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിൽ നാം തകർന്നു എന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ, എല്ലാം അസ്തമിച്ചു എന്ന് നാം ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി പലതും കരുതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. तब मुझे ये बात को समझ में आया कि जीवन में हम कई बार सब कुछ समाप्त हो गए हैं, सब कुछ खत्म हो गए हैं, ऐसे एक परिस्थिति के समय में परमेश्वर का कार्य और प्रभु का प्रबंध क्या है इसके बारे में हम जान जाते हैं। ഏലിയാവ് ഒരിക്കൽ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ചൂരച്ചെടൽ കണനിൽ കിടന്നുകൊണ്ട് മരിച്ചാൽ മതി, ഇനി എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനില്ല, ഇനിയും എല്ലാം തകർന്നു, ഇവിടം കൊണ്ട് ഞാൻ അസ്തമിച്ചു എന്ന്, എനിക്ക് മുന്നോട്ട് പോകണം, മരണം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച് ചൂരച്ചെടൽ തണലിൽ കിടക്കുമ്പോൾ, और एलिया एक समय में एक स्त्री की बात को सुनकर उस प्रकार से वो परमेश्वर के सामने कहता है कि परमेश्वर, मैं अपने बाप दादाओं से बिल्कुल अच्छा नहीं हूँ, मुझे अब मरना ही काफी है। इतना आमीन हालेलुया निराश होकर उस जौ के पेड़ के नीचे जब बैठे हुए अवस्थाओं में, ആരും കാണത്തില്ല, ആരും അവിടെ വരുത്തില്ല എന്നുള്ള ചിന്താഗതിയിലാണ് ചൂരച്ചെട് തണലിൽ മരിക്കാൻ വേണ്ടി ഏലിയാവ് കിടന്നത്. എന്നാൽ ഏലിയാവിനെ കാണുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. और कोई भी मुझे नहीं देखेंगे, कोई भी मेरी सहायता के लिए नहीं आएगा, इस कारण से वो जौ के पेड़ के नीचे जाकर बैठकर जब इस प्रकार से मरने के लिए परमेश्वर से प्रार्थना कर रहा था, एलिया को देखने वाला एक परमेश्वर वहां भी उपस्थित था। അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പോലും നിവർത്തിയില്ലാതെ ഭാരപ്പെട്ട് ഏലിയാവ് ചൂരച്ചെടി കിടക്കുമ്പോൾ ചുവട് അടയും വെള്ളവും കൊടുത്ത് അവനെ തട്ടി ഉണർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और अगला एक कदम भी उठाकर रखने के लिए उसके पास हिम्मत ना होने का, ऐसे एक परिस्थिति में जब उस पेड़ के नीचे वे रहे, तब परमेश्वर ने अपने स्वर्गदूतों को भेजकर उसके लिए भोजन को भी प्रदान करता है। നമ്മുടെ യാക്കോബ് തന്നെ ജീവിതത്തിൽ മരുഭൂമി യാത്രയിൽ എല്ലാം തകർന്നു, ഇനി മരണമല്ലാതെ ഒന്നുമില്ലാതെ ഒരു തലങ്ങണ എടുത്ത് അവിടെ കിടക്കുമ്പോൾ രാത്രിയിൽ അവന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് കാണാൻ ഇടയാകുന്നുണ്ട്. और याकूब अपने जीवन की यात्रा में सब कुछ खत्म हो गया, ऐसी एक स्थिति में आकर उस उस मरुस्थल में एक पत्थर को लेकर अपना सिरहाना बनाकर जब वो वहां पर रोने के लेटने के समय में परमेश्वर का एक दर्शन को उसने वहां पर देखने का अनुभव हुआ।
മരുഭൂമിയിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു ശബ്ദം യാക്കോബ് കേട്ടിട്ടില്ല. പക്ഷെ ആരും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ മറ്റേ ആവർത്തന പുസ്തകങ്ങൾ ഊളി കേൾക്കുന്ന കുറുക്കന്മാന്റെ മാറി ഊളി കേൾക്കുന്ന ആ മരുഭൂമിയിൽ ഏകാന്തതയിൽ തനിയെ ആയിരിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്ന് കരുതിയ വിധങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. और आमीन, मरुभूमि की अवस्था में जब कोई नहीं है, पूर्ण रीति से एकांतता की परिस्थिति में रहने के समय में, आमीन, प्रेज द लॉर्ड, हम वचन में देखते हैं कि किस प्रकार से आमीन याकूब के लिए उतर आया और परमेश्वर ने उससे किस प्रकार से बातें किया। എല്ലാം അസ്തമിച്ചു. ഇനി എനിക്ക്, അവൻ യാക്കോബ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ധരിക്കാൻ വസ്ത്രവും ഭക്ഷിക്കാൻ ആഹാരം മാത്രം കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ യാക്കോബിന് വേണ്ടി വലിയ കാര്യങ്ങളാണ് ദൈവം കരുതി വെക്കാൻ ഇടയായത്. और याकूब भी परमेश्वर से इस प्रकार से विनती करता है कि मुझे खाने के लिए भोजन और पहनने के लिए कपड़े इत्यादि विषयों की ही जब मांग कर रहा था, तो परमेश्वर ने उससे भी बढ़कर याकूब के लिए सब कार्यों का प्रबंध करता है। ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവായ ഇടപെടൽ എന്റെ ജീവിതത്തിൽ തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തി, നിന്റെ തലമുറയെ കുറിച്ചോ നിന്റെ ഭർത്താവിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും നിന്റെ ജീവിതത്തെ കുറിച്ചോ ഭാരപ്പെടുന്ന വ്യക്തികളോട് ഇന്ന് പരിശുദ്ധാത്മാവായ ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. और आज यहाँ पर सुनने वाले कई लोगों से पवित्र आत्मा बड़े स्पष्ट रीति से बात के लिए कहने के लिए कह रहा है कि यदि आप अपने जीवन में सब कुछ नष्ट हो चुका है, सब कुछ खत्म हुआ है, ऐसे निराशाओं में आप जा रहे हैं, तो पवित्र आत्मा बड़े स्पष्ट रीति से कहता है कि तेरे लिए कुछ उत्तम बातों को परमेश्वर ने पहले से तैयार कर रखा है। നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും തകർന്നു പോകുവാനോ നശിച്ചു പോകാനോ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്ന. ദൈവം ഇല്ലെന്നെങ്കിൽ നാളെ നമുക്ക് വേണ്ടി അറിയാത്ത വഴികളെ തുറന്ന് നമ്മെ നടത്താൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം. और हमारे जीवन में हम जिस परमेश्वर की सेवा करते हैं, वो परमेश्वर हमारे जीवन में हमें नष्ट हो जाने के लिए या हमें खत्म हो जाने का एक विचार को ना रखते हुए हमारे बीच यात्रा में हम थके ना, हम मुरझाए ना, इसलिए हमें समय समय पर सहायता देकर चलाने वाला एक परमेश्वर है हमारा प्रभु। നമുക്ക് രൂത്തിന്റെ പുസ്തകം വായിക്കാൻ കഴിയുന്നു. നവോമി ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിറഞ്ഞവളായിരുന്നു, ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞളവായി പോയി, ഇനി എനിക്ക് മുന്നോട്ടൊന്ന് പോകാൻ ഒരു നിവൃത്തിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു രൂത്തിനെ നമുക്ക് കാണാൻ കഴിയും. രൂത്തിനു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ദൈവസേനയിൽ കടന്നു വരാൻ യോഗ്യതയില്ലാത്തതായി രൂത്തിനു വേണ്ടി കരുതിയ ഒരു വിധങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और हम नवमी के जीवन में हम ये बात को देखते हैं कि जिस प्रकार से वो अपने आप के विषय में ये बात का गवाही देती हैं कि मैं भरकर अनुभव में गई थी, लेकिन अब मैं खालीपन के अनुभव में मैं लौट कर आई हूं। और इस प्रकार से किस प्रकार परमेश्वर आमीन रूत को उसके जीवन में प्रवेश करने का अनुमति देता है, उसी के जीवन से कैसा प्रभु अपनी आशीषों को प्रकट करता है। കാല പറക്കാൻ വേണ്ടി പോയ രൂത്ത് പിന്നീട് നമുക്ക് കാണുന്നത് ഒരു വയലിന്റെ മൊത്തം ഉടമയായി തീരുവാൻ ഇടയായെങ്കിൽ, ഇന്ന് പകൽ നാം ചില കാല പറക്കുന്ന വ്യക്തികളോട് ഇന്ന് പകൽ ആഴമായ ഇടപെടൽ, നിന്നെ ചില മാറ്റങ്ങൾ വരുത്തി, നിന്നെ ചിലതിന്റെ ഉടമകളാക്കി, നിന്നെ ചിലതിന്റെ അധികാരികളാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദിവസമൊക്കെ തറന്നു നീ പറയരുത്, ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. और किस प्रकार से रूत के जीवन में हम देखते हैं कि बचे हुए दानों को ले बटोरने के लिए गई हुई रूत को किस प्रकार से परमेश्वर ने उस पूरे खेत का मालिक बना दिया। वैसे आज आमीन सुबह के समय में ऐसे बटोरने वाले, अनुभव करने वाले प्रिय लोगों से परमेश्वर की पवित्र आत्मा ये बात को कहता है कि तुम्हें किसी विषय के लिए परमेश्वर अधिकारी बनाने की अवस्था में प्रभु इन दिनों में बदलने जा रहा है। വായിക്കുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവളായി, ഒന്നുമില്ലാത്തവളായി, ശൂന്യമായ ഒരു പാത്രമായാണ് അവൾ മടങ്ങി വരുന്നത്. എന്നാൽ ആ മടങ്ങി വന്ന രൂത്തിനെ മാനിച്ച ദൈവം ആണെങ്കിൽ, നാം സേവിക്കുന്ന ദൈവം എവിടെല്ലാം നാം തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ, എവിടെല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ദൈവം നമുക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം. और रूत के जीवन में हम देखते हैं कि सब कुछ नष्ट हुए अनुभव में वे वहां पर लौट कर आती हैं, परंतु आमीन जहां जहां उसके जीवन में वे नष्ट और कष्ट का अनुभव किया, वह सब परमेश्वर ने उसके जीवन में भरपूरी के अनुभव में बदल दिया। तो आज सुबह मेरे सुनने वाले प्रिय लोगों, आपके जीवन में भी जहां कहीं भी आपने नष्ट का अनुभव, आमीन नुकसान को अनुभव किया है, वहां सब परमेश्वर अपनी आशीषों से आपको बदलने वाला है।
ഈ ഒരിക്കൽ പറഞ്ഞു, നീ പണ്ടുള്ളവയെ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് നിനക്ക് വേണ്ടി കരുതുന്നു എന്ന് യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കണം. അപ്പൊ യോബ് വിചാരിച്ചു എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴും അവന് വേണ്ടി പുതിയതൊന്ന് കരുതി വെച്ച ഒരു ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇന്നോ പകൽ നഷ്ടപ്പെട്ട സമ്പത്സരെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി ചില പുതിയതൊന്ന് ഇതുവരെ കാണാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. अय्यूब के जीवन में भी हम ये बात को देखते हैं कि अय्यूब किस प्रकार से ये बात को कहता है कि आमीन हालेलुया, तेरे लिए जो भी नष्ट हुआ है, आमीन, जो भी तेरे जीवन में आमीन हालेलुया नुकसान हुए हैं, उसके प्रति मैं एक नया काम तेरे लिए करने जा रहा हूं। उसी प्रकार से हमारे भी जीवन में आमीन जो जो नष्ट हुए हैं उसके बारे में चिंता ना करे, परमेश्वर हमारे लिए कुछ नया कार्य करने के लिए जा रहा है। എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാര് പോലും തന്നെ വ്യസനിപ്പിച്ചപ്പോഴും തനിക്ക് അവിടെ മറുപടി പറയാനില്ല. അവൻ അയ്യോ പറഞ്ഞൊരു കാര്യമുണ്ട്, സകലതും അറിയുന്ന ഒരു ദൈവമുണ്ട്, അവൻ സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് പറയാനിടയായെങ്കിൽ, ഇന്നോ പകൽ അവൻ സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം. और अय्यूब के जीवन में सांत्वना देने के लिए आए हुए अय्यूब के मित्र भी आखिर में अय्यूब के विषय में उसी को दोष लगाते बैठने के समय में अय्यूब उनके प्रति कुछ उत्तर देने के लिए अय्यूब के पास भी कोई आमीन आमीन जवाब नहीं रहा। उस समय में भी आमीन परमेश्वर का वचन आमीन आमीन बात को बताता है कि अय्यूब के लिए सब कुछ परमेश्वर ने भलाई को किया है। तो आज इस सुबह के समय सुनने वाले प्रिय लोगों, आपके भी जीवन में परमेश्वर ऐसा ही कर सकता है। ഒരിക്കൽ നമ്മൾ ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തിൽ നിന്ന് വരുമ്പോ ചെങ്കടലിനെ തീരച്ച് അവര് പറഞ്ഞതുണ്ട്, ഞങ്ങൾ മരുഭൂമി ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാൻ കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് വേണ്ടി ചെങ്കടലിലെ തീരത്ത് അവര് പോലും പ്രതീക്ഷിച്ചില്ല ചെങ്കടലിൽ കൂടി ഒരു വഴി ഇങ്ങനെ തുറക്കുമെന്ന്. ചിന്തിക്കാത്ത മണ്ഡലത്തിൽ ദൈവം അറിയാത്ത വഴി തുറന്ന് അവരെ അക്കരെ എത്തിച്ചെങ്കിൽ, ഇന്നോ പകൽ വഴി അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ നീ പ്രാർത്ഥനയോടെ ആ വിശ്വാസത്തോടെ കരം നീട്ടാൻ ഇടയായാൽ അറിയാത്ത ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം. इजराइलियों के जीवन में हम ये बात को देखते हैं कि जब वे लाल समुद्र के सामने आए तो उस प्रकार से वे लोग मूसा से कुड़कुड़ाने लगे, क्या आमीन मिस्र में आमीन खबरें ना होने के वजह से क्या तुमने हमें यहाँ ले आकर मारने की कोशिश करता है। परंतु इजरायली लोग ये नहीं जानता था कि परमेश्वर किस प्रकार से उनके लिए उस लाल समुद्र के बीचों बीच एक रास्ता तैयार करेगा। उसी प्रकार परमेश्वर के प्रियो बंद द्वार के सामने, बंद रास्तों के सामने द्वार खोलकर हमें आगे ले चलने के लिए वो परमेश्वर सामर्थी हैं। അവരുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും കണ്ടു കാണത്തില്ല ഇങ്ങനെ ഒരു വഴി തുറക്കുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിക്കുക. ഞാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി ചില വഴികളെ തുറക്കും. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ആർക്കൊക്കെ വേണ്ടി ദൈവം പുതിയ വഴികളെ തുറന്ന് മാനിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്ന ദൈവം. और उनके जीवन में उन्होंने कभी भी कल्पना भी नहीं किया होगा कि किस प्रकार से परमेश्वर समुद्र में रास्ता खोल सकता है। आज सुबह के समय में हमारे भी जीवन में कई बार परमेश्वर हमारे कल्पना के बाहर जब हमारे जीवन में काम करता है, तो इन दिनों में हम विश्वास करें कि परमेश्वर ऐसे नए नए कार्यों को हमारे जीवन में करने दे। ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി കരയ്ക്കിരിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, യേശു പത്രോസിന്റെ പടകിനെ കണ്ടു. और हमें लूका के सुसमाचार उसके 5वें अध्याय में हम ये बात को देखते हैं कि रात भर उन्होंने परिश्रम किया परंतु वे कुछ भी प्राप्त नहीं कर पाए। ऐसे शून्य परिस्थिति में रहने वाले अनुभव में आमीन वचन हमें बताता है कि यीशु मसीह ने पतरस का वो शून्यता से भरा हुआ वो नाव की ओर प्रभु की दृष्टि पड़ी। എങ്ങനെ വീട്ടിലേക്ക് പോകും, വീട്ടിലേക്ക് എന്ത് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് നിരാശനായി പടകിൽ ഇരിക്കുമ്പോൾ യേശു അവിടെ വായിക്കുന്ന, യേശു അവന്റെ പടകിനെ കണ്ടു. ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും അവന്റെ ശൂന്യതകളെ കാണാൻ കഴിവുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്ന ദൈവം. നമ്മുടെ ശൂന്യതകളെ മറ്റാരും കണ്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്ന ദൈവം.
और आमीन, यहाँ हम बात को जानते हैं कि पतरस शायद व्याकुल अवस्था में रहा होगा कि हम आमीन इस शून्यता की परिस्थिति में हम कैसे घर जाएंगे, क्या लेकर घर जाएंगे, इत्यादि सवालों के बीच में यीशु मसीह ने पतरस की उस शून्यता से भरी हुई नाव की ओर देखता है। तो एक बात याद रखना है, कोई भी हमारे जीवन को ना देखे, कोई भी हमारी शून्यता को ना समझे, तो भी समझने वाला एक परमेश्वर हमारे लिए है और वो हमारे लिए कार्य करने वाला है। പത്രോസ് തന്നെ പറയുന്നത്, നാഥാ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിനും ഞാൻ ഇന്ന് പകൽ നാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് ഇറങ്ങാൻ തിരിച്ചാൻ ഇടയായാൽ ഒരിക്കലും നാം ലജ്ജിച്ചു പോകാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്ന. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് കരുതുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവം. और पतरस भी इस प्रकार से यीशु मसीह की उस बातों की ओर हमें विश्वास करते हुए हमें यीशु मसीह से वो शुरुआत में कहता है कि हे गुरु, हमने रात भर परिश्रम किया, फिर भी हमने अपने जीवन में कुछ प्राप्त नहीं कर पाए, परंतु तेरे कहने के अनुसार हम जाल डालने के लिए तैयार हैं। तो आज सुबह के समय ध्यान रखना है कि आपके और मेरे जीवन में परमेश्वर जो कहता है उसको हम सुनने के लिए, अनुसरण करने के लिए तैयार होंगे, तो प्रभु के ओर से बड़े अद्भुत कार्यों को हम अपने जीवन में देखेंगे। പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ അധ്വാനം കൊണ്ട് ഒന്നും നേടാൻ കഴിയത്തില്ല. സമർപ്പിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതി വെച്ച്. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകാൻ, മറ്റെല്ലാത്തിനും ഉപരിയായി ദൈവത്തെ ആഴമായി വിശ്വസിക്കാൻ തയ്യാറായാൽ ഒരിക്കലും നാം ലജ്ജിച്ചു പോകാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്ന ദൈവം. ഞെരുക്കങ്ങൾ വരാം, ബുദ്ധിമുട്ട് വരാം, പൊക്കം വരാം, എന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവം. और ये बात को पतरस भी जानता है कि यदि परमेश्वर के सामने यदि हम समर्पण करने के लिए तैयार हो जाते हैं, तो हमारे जीवन में हर एक परिस्थितियों को वो परमेश्वर बदलने के लिए सामर्थ्य है। तो आज सुबह के समय हमारे जीवन की कोई भी स्थिति में क्यों ना हो, हम समर्पण करने के लिए तैयार हो जाए। वो परमेश्वर जो कहता है वो करने के लिए हम तैयार हो जाए, तो कभी भी लज्जित होने के लिए वो अवसर नहीं देगा। हमारे जीवन में अपना कार्यों को कर दिखाएगा। നമ്മൾക്കറിയാം, കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. പക്ഷേ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് വീഞ്ഞെന്നുള്ളത്. പക്ഷെ അതാണ് അവരുടെ ജീവിതം തീർന്നു പോകാനിടെ നാണക്കേടിന്റെ ലജ്ജിച്ചു പോകും എന്ന് അവര് ചിന്തിച്ച സ്ഥാനത്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവരുടെ ലജ്ജയെ മാറ്റിയെങ്കിൽ ഇന്നോ പകൽ നാം ലജ്ജിച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്ന ദൈവം. और काना के विवाह के विषय में हम जानते हैं कि विवाह के बीचों बीच उनके दाखरस जो है वो खत्म हो जाते हैं। यहूदियों की आमीन एक रीति रिवाज के अनुसार किसी भी विवाह में यदि दाखरस जो सबसे महत्वपूर्ण हिस्सा है वो यदि खत्म हो जाते हैं तो उनके लिए वो एक बड़ी लज्जा की बात हो जाती है। परंतु आमीन हालेलुया, यीशु मसीह ने समय पर वहां उनके बीच में कार्य किया, उनकी लज्जा को बदल कर आमीन वो आदर और सम्मान के रूप में उसे बदल देता है। ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മെ മറ്റുള്ളവരുടെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി അറിയാത്ത ചില വഴികളെ തുറന്ന് നമ്മെ ശ്രേഷ്ഠമായി നടത്താൻ ശക്തനായ ഒരു ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവം. और ये मैं पहले भी कह चुका हूं कि हमें लज्जित कराने वाला एक परमेश्वर की हम सेवा नहीं करता है, परंतु आज नहीं तो कल मेरे लिए और आपके लिए परमेश्वर अपने बड़े कार्यों को कर दिखाएगा और हमारे लज्जा को आदर के रूप में बदलने वाला एक परमेश्वर की हम सेवा करते हैं। ലാസറിന്റെ ഭവനത്തെ കുറിച്ച് നമുക്കറിയാം. ലാസർ മരിച്ച് നാറ്റം വെച്ച്. പക്ഷേ അവിടെ വായിക്കുന്നുണ്ട്, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഭവനത്തിൽ കടന്നു വരുന്നവരൊക്കെ ചോദിക്കും, യേശു ഈ ഭവനത്തെ കൂടുതൽ സ്നേഹിച്ചതല്ലയോ, യേശു ഈ ഭവനത്തിൽ എപ്പോഴും വരുന്നല്ലയോ. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് യേശുവിനെ കണ്ടില്ലല്ലോ എന്ന് പലരും പറയാൻ ഇടയായി. और लाजर के जीवन के बारे में या परिवार के बारे में हम जानते हैं कि यीशु मसीह उनसे सबसे ज्यादा प्रेम करने वाला एक परिवार था, परंतु लाजर के ऐसे एक मृत्यु के समय में यीशु मसीह वहां पर दिखाई नहीं दिया। यीशु मसीह ने उसे किसी भी प्रकार से चंगाई नहीं दिया। ऐसे कई लोगों को कहने का एक अवसर वहां पर हुआ, परंतु किस प्रकार से परमेश्वर ने उनके बीच में अपने कार्यों को किया, ये वचन में हम जानते हैं। ഒരു തന്നെ പറയുന്നുണ്ട്, നാഥാ
നാറ്റം വെച്ചുപോയി, ഇനി ഒരു നിവൃത്തിയുമില്ല എന്ന് പറയുമ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഇന്ന് പകൽ നാറ്റം വെച്ച ചില വിഷയത്തിനകത്ത് ഇനി അതിനകത്ത് ഒരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല, ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്നു പകൽ അതിനകത്ത് മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവം. और वहां हम ये बात को हम सुनते हैं कि कई लोग इस प्रकार से कहते हैं कि हे गुरु, आमीन, बदबू आने लगा है, ऐसी स्थिति में वे पहुंच चुके हैं, परंतु आमीन हालेलुया उस बदबू की स्थिति को भी सुंदर अवस्था में बदलने वाला वो यीशु मसीह आज सुबह के समय में आपसे कहना चाहता हूं, आपके विषय चाहे कितना भी बदबूदार क्यों ना बन जाए, चाहे उसके ऊपर कितनी भी उम्मीद आप खो दे, तो भी उसमें भी परमेश्वर अपना अद्भुत कामों को कर कर, आमीन, आश्चर्य कार्यों को कर कर प्रभु उसको वापस ले आ सकता है। അതുകൊണ്ടാണ് അവിടെ തന്നെ പറയുന്നുണ്ട്, നാഥാ അല്പം നേരത്തെ നീ വന്നായിരുന്നെങ്കിൽ എന്റെ മകൻ മരിക്കയില്ലായിരുന്നു, പക്ഷേ എല്ലാം തീർന്നു, ഇനി അതിനകത്തൊരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല, നാറ്റമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ചിന്തിച്ച് അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവരെ നാറ്റത്തെ മാറ്റി ഒരു ഉദ്ധാരണം കൊടുത്തെങ്കിൽ ഇന്നോ പകൽ എവിടേക്കോ തലമുറ ജീവിതത്തെ കുറിച്ച് ഭാരപ്പെട്ട് നാറും അല്ലെങ്കിൽ ഇനി അതിനകത്ത് ഒരു ഉദ്ധാരണമില്ലെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇറങ്ങിയാണ് നിന്റെ ജീവിതത്തെ ചില മാറ്റം വെച്ച വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം. और यहाँ हम देखते हैं कि यीशु मसीह से वे लोग आकर कहते हैं, हे गुरु, यदि आप थोड़ा जल्दी आ जाते तो यहाँ पर कुछ कार्य कर सकते थे, लेकिन अब तो बदबू आने लगा है। परंतु मेरे प्रिय लोगों, मैं आज सुबह के समय आपसे कहना चाहता हूँ, चाहे कितना भी बदबूदार स्थिति क्यों ना हो जाए, चाहे वो आपके परिवार, आपके बच्चों के विषय में क्यों ना हो, उनके भविष्य के विषय में क्यों ना हो, बदबू आने की परिस्थिति में भी क्यों ना चला जाए, परंतु वहां से एक उद्धार के अनुभव में लाकर, जी उठाने के अनुभव में ले आकर प्रभु वहां पर अपना कार्यों को प्रकट करने के लिए वो सर्वशक्तिमान और सामर्थी प्रभु है। നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്, ഒരിക്കലും അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. हमारे हृदय के हर एक सोच विचारों को, हर एक विचारों को जानने वाला परमेश्वर, वो कभी भी हमें कई ठुकराने वाला प्रभु नहीं है। ജീവിതം യാക്കോബ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം കൂടെ ഓർത്തു പോയാണ്, നിങ്ങൾ എന്റെ പ്രാണനെ നഗരത്തോടെ ഒരു ജീവനെ നഗരത്തിലേക്ക് തള്ളിയിടത്തേ ഉള്ളൂ എന്ന് ചിന്തിച്ച സമയത്ത് ഒരിക്കലും യാക്കോബ് ചിന്തിച്ചല്ല ജോസഫ് ഇങ്ങനെ ഒരു പദവിയിൽ എത്തുമെന്ന്. സഹോദരന്മാർ പോലും ചിന്തിച്ചതല്ല ജോസഫിനെ കുറിച്ച്. यूसुफ एक बार इस प्रकार से अपने विषय में के बारे में कहता है कि तुमने तो मेरे हानि के लिए ठान लिया था, परंतु परमेश्वर ने मेरे लिए वो सब कुछ भलाई के लिए किया है। तो यूसुफ ने भी, या यूसुफ के भाइयों ने भी कभी नहीं सोचा था कि उसके जीवन में परमेश्वर ऐसा कार्यों को कर दिखा सकता है। അതുകൊണ്ട് സ്വന്തം സഹോദരന്മാരെ പോലെ പറഞ്ഞു, നിന്റെ സ്വപ്നം എന്തായി തീരും എന്ന് പറഞ്ഞ് കളിയാക്കിയ അവരുടെ മുമ്പിൽ ജോസഫിനെ ഏറ്റവും മാന്യനാക്കി തീർത്തെങ്കിൽ, എവിടെയൊക്കെ കളിയാക്കിയിട്ടുണ്ടോ, എവിടെയൊക്കെ പുച്ഛിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടോ, അവിടെ നിന്നെ തലയുയർത്തി മാന്യനാക്കി തീർക്കാൻ നാം സേവിക്കുന്ന ദൈവത്തിന് ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായ ദൈവപ്രവൃത്തി കാണാനിടയാം. और यूसुफ के भाई उससे बीच में कहते हैं कि आमीन, तेरे स्वप्न का क्या होगा, तो कहां तक चले जाएंगे, इसके विषय में आमीन उसकी मजाक उड़ाकर इसको आमीन उस सूखी कुएं में आमीन गिरा देने वाली परिस्थिति में भी आमीन किस प्रकार ने परमेश्वर ने यूसुफ के जीवन को सम्मान दिया। वैसे आप भी यदि ऐसी एक स्थिति में चले गए हैं कि लोगों ने आपकी मजाक उड़ाए हैं, आपको आमीन गिरा दिए हैं, तो वहां पर भी परमेश्वर आपको उठाने के लिए और आपको सम्मानित करने के लिए परमेश्वर सामर्थी है। ജോസഫ് പോലും സ്വപ്നം കണ്ടു കാണത്തില്ല ഇങ്ങനെ ഒരു പദവിയിൽ എത്തുമെന്ന്. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞ, പാനപാത്രവാഹകന്റെ അപ്പക്കാരന്റെ ഒരു ഒഴിവുണ്ട്, നീ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു വിടാനിടയിൽ. പക്ഷെ അവനും മറന്നു, ദൈവം മറന്നില്ല. और यूसुफ ने भी कभी भी अपने जीवन में ये उम्मीद या कल्पना नहीं किया होगा कि किस प्रकार से परमेश्वर उसकी स्थिति को बदल कर ऐसी ऊंचाई के स्थानों में उसको पहुंचा सकता है। इसलिए बीच में हम देखते हैं कि उस आमीन कारागृह में रहने के समय में उस आमीन हालेलुया आमीन आमीन दाखरस ढेलने वाले से वो इस प्रकार से कहते हैं कि मेरे विषय में भी तू याद करना है, लेकिन वो भी भूल जाता है, लेकिन परमेश्वर कभी यूसुफ को भूलता नहीं है।
നിന്നെ സഹായിക്കാന്ന് പറഞ്ഞവരും നിന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞവരും പലരും മാറിക്കളയുമ്പോഴും അവരെല്ലാം മറന്നു കളഞ്ഞാലും ഒരു കാര്യം ഉറപ്പടെ പറയാം, നമ്മെ മറക്കാത്ത, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കാൻ ഇടയായാൽ നിശ്ചയമായി തക്ക സമയമാകുമ്പോൾ അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. और आपको सहायता करेंगे, आपको हम संभालेंगे। ऐसे वायदा देने वाले लोग भी समय आने के समय में जब वे वहां से चले जाते हैं, तो एक बात आमीन वचन बड़े स्पष्ट रीति से बताता है, यदि हम उसके आमीन बलवंत हाथों के नीचे समर्पित होने के लिए तैयार है, तो ठीक समय पर उठाने के लिए वो परमेश्वर भी सामर्थी हैं। ഒരു കാര്യം ഓർക്കുക, എവിടെ നാം നിന്ദിക്കപ്പെടുന്നുണ്ടോ, എവിടെ നാം ഒറ്റപ്പെടുന്നുണ്ടോ, എവിടെ നാം മാറ്റി നിർത്തുന്നുണ്ടോ, ആ മണ്ഡലത്തിൽ എവിടെ നിന്നെ മാറ്റി നിർത്തിയോ, എവിടെ നിന്നെ തള്ളിക്കളഞ്ഞോ, എവിടെ നിന്നെ പുച്ഛിച്ചോ, ആ മണ്ഡലത്തിൽ തന്നെയാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. और एक बात मैं आपको याद दिलाता हूं कि जहां पर आपकी मजाक उड़ाए गए, जहां आपको अकेला किए गए, जहां आपको अपमानित किए गए, उन स्थानों में परमेश्वर आपके लिए कार्य करे, तो वहां पर आपके अपमान को आदर में बदलने वाला परमेश्वर वो स्वर्ग में है। എവിടെ മാറ്റി നിർത്തിയാലും, എവിടെ പുച്ഛിച്ചാലും, എവിടെ തള്ളിക്കളഞ്ഞാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം നമ്മെ കൈവിട്ടില്ലെങ്കിൽ, അതാണ് മോശെ ഒരിക്കൽ പറഞ്ഞത്, തിരുസാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം ഉറപ്പോടെ പറയാം, തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം കല്ലെറിയാൻ നോക്കിയാലും അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്ന ദൈവം. और ये बात को हमेशा याद रखना है कि कहां पर भी आपको अकेला क्यों ना किया जाए, कहां पर भी आपको अपमानित क्यों ना किया जाए, एक बात सच है और उसमें दृढ़ निश्चय हमें है कि जहां पर भी परमेश्वर कार्य करता है, तो आपकी उस स्थिति को बदलकर आदर और सम्मान की अवस्था में आपको वो परमेश्वर ले चलेगा। ഒരിക്കൽ ശിമെയി ദാവീദിനെ കല്ലെറിഞ്ഞ് ശപിക്കാനിടയാൽ നീ പോ എന്ന് പറഞ്ഞ് ശപിച്ചെങ്കിലും ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ നിന്ദിച്ചവരും അവൻ എന്നെ ശപിച്ചോട്ടെ, ഈ ശാപത്തെ നാളെ എനിക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്ന ദൈവം എന്ന് പറയാനിടയായി. और एक बार शिमेई जो है आमीन दाऊद को आमीन श्राप देने लगे और उसी को आमीन गलत बातों को कह रहे थे, परंतु दाऊद इस प्रकार से कहता है कि जो मुझे अपमानित करता है, श्राप देता है, उसे आमीन उसके कार्यों को करने दो, परंतु परमेश्वर मेरे लिए अपने अद्भुत कामों को प्रकट करता है। ശിമെയി ഒരിക്കലും ചിന്തിച്ചില്ല ദാവീദ് ഇനി തിരിച്ച് രാജസന്നിധി വരുമെന്ന് ചിന്തിച്ചില്ല. പക്ഷെ നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്, ശിമെയി തന്നെ ദാവീദിന്റെ മുമ്പിൽ വന്ന് എന്നെ ഓർക്കണമേ എന്ന് പറയാനിടയായി. ഒരിക്കലും രാജസന്നിധി തിരിച്ചു വരുത്തില്ല എന്നാണ് അവൻ ചിന്തിച്ചത്. പക്ഷേ ദൈവം അവന് വേണ്ടി നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിന്ദിച്ചവരുടെ മുമ്പിൽ അവൻ മുട്ടുമടക്കേണ്ടി വന്നത് സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. और शिमेई ने कभी भी परमेश्वर की उपस्थिति में यह बात को सोचा नहीं था कि आमीन दाऊद लौटकर आमीन राज्य के सिंहासन में फिर से आएगा। तो इस प्रकार से जब आमीन अंत में देखते हैं कि आमीन शिमेई लौट आकर दाऊद से मदद की गुहार करता है, तो एक बात हमेशा याद रखना कि जहां पर भी हम लोग अपमानित किए जाते हैं, वह यदि परमेश्वर कार्य करता है, तो अपनी उस स्थिति को प्रभु बदल कर हमें सम्मान की स्थिति में ले आ सकता है। ഓർക്കുക, പൗലോസ് ഒരിക്കൽ പറയാനിടയായി, പൗലോസിന്റെ യാത്രയിൽ, മിഷണറി യാത്രയിൽ, റോമിലേക്കുള്ള യാത്രയിൽ എല്ലാം തകർന്നു, കപ്പല് തകർന്നു, പടക് തകർന്നു, എല്ലാം തകർന്നപ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, നാം സുഖകരമായ ഒരു തുറമുഖത്തെ, അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരിക്കലും ഒരു സുഖ തുറമുഖത്തെ എത്തുമെന്ന് അവർ ചിന്തിച്ചതല്ല. എല്ലാം തകർന്നു, കപ്പല് തകർന്നു, എല്ലാം തകർന്നപ്പോഴും പൗലോസ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞു, നാം സുഖകരമായ ഒരു തുറമുഖത്തെ എത്തുക തന്നെ ചെയ്യുമെന്ന് പറയാനിടയായി.
और पौलोस के विषय में हम जानते हैं, जब वे लोग जहाज में यात्रा कर रहे थे तो जहाज के आमीन यात्रा के बीचों बीच वे जब आंधी और तूफान से टकराए तो सब कुछ नष्ट होने के अनुभव में वे लोग पहुंच चुके थे। तब पौलोस अपने साथियों से ये बात का आश्वासन देते हैं कि आप लोगों को चिंता करने की आवश्यकता नहीं है, हम नष्ट नहीं होने वाले हैं, परंतु हम बड़े अच्छे रीति से आमीन उस आमीन हालेलुया जमीन पर हम जाकर पहुंच जाएंगे। इस बात का आश्वासन पौलुस उन लोगों को दे रहा था। ദ്വീപിൽ ഇറങ്ങിയ നമ്മൾ വായിക്കുന്നുണ്ട്, ദ്വീപിൽ ഇറങ്ങിയപ്പോ ദ്വീപവാസികൾ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ കൊലപാതകനാണ്, വഞ്ചകനാണ്, അതുകൊണ്ട് നീതി ദ്വീപ് പോലും ഇവനെ രക്ഷിക്കുന്നില്ല എന്ന് ആ സമൂഹം മുഴുവനും പറയാനിടയെ. പക്ഷെ ഒരു കാര്യം, ദൈവം അവന് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. और आमीन जब वे लोग उस आमीन टापू में पहुंचते हैं तो वहां के निवासी लोग भी शाऊल के ऊपर सवाल उठाते हैं, कहते हैं ये तो एक खूनी है, क्योंकि देखो आमीन किस प्रकार से न्याय उसके ऊपर किया जा रहा है। परंतु आमीन शाऊल के लिए परमेश्वर ने कुछ कार्यों को पहले से तैयार कर रखा था, प्रबंध कर रखा था, और परमेश्वर ने उस कार्यों को उसके जीवन में कर दिखाया भी। എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്, പൗലോസ് അവരുടെ മൊത്തം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, വെറും ശൂന്യമായിട്ടാണ് ആ മെലീത്ത ദ്വീപിൽ ചെല്ലുന്നത്. പക്ഷെ ഒരു കാര്യം, മെലീത്ത ദ്വീപിൽ നിന്ന് അവരെ യാത്ര അയക്കുമ്പോൾ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതിന്റെ ഇരട്ടിയായി കൊടുത്ത് അവിടെ നിന്ന് യാത്ര അയച്ചെങ്കിൽ ഇന്ന് പോലെ അവന് ഒന്നുമില്ല, ഉടുവസ്ത്രം പോലും ഇല്ലാതെയാണ് മെലീത്ത എന്ന ദ്വീപിൽ കടന്നു പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നത്തെ അവിടെ യാത്ര പുറപ്പെടുമ്പോൾ അവരെന്തെല്ലാം കടലിൽ കളഞ്ഞു അതിന്റെ ഇരട്ടിയായി അവിടുന്ന് കൊടുത്ത് അവരെ യാത്ര അയക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. और पौलुस के विषय में हम देखते हैं कि जब वो मिलीता नाम के द्वीप में या उस टापू में जब वे पहुंच जाते हैं तो वहां पर उनके जीवन में कुछ भी नहीं रहा, सब कुछ नष्ट हुए अनुभव में वहां पर वे पहुंचे थे। आमीन इतना भी कि वे पहनने के लिए कपड़े भी उनके पास नहीं थे, परंतु वे जब वहां उस टापू से जब लौट कर यात्रा करते हैं तो जो भी नष्ट हुआ था सब कुछ का भरपाई होकर वे वहां से जाते हुए एक दृश्य को वहां हम देखते हैं। ഇവിടെ പറഞ്ഞ കൊലപാതകനാണ്, രക്ഷയില്ല, ഇനി തളർന്നു പോകത്തേ ഉള്ളൂ ചിന്തിച്ച് കൂടെ ഉള്ളവർ. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം. പൗലോസ് നേരത്തെ അവരാരും പൗലോസ് പറയുന്ന വാക്കുകൾ കേട്ടില്ല. പക്ഷേ ഒരു കാര്യം, പിന്നെ മെലീത്ത ദ്വീപിന് യാത്ര ഒരുക്കുമ്പോൾ പിന്നെ പൗലോസ് പറയുന്നതാണ് കപ്പൽ പ്രമാണിക്കും കപ്പൽ നിയന്ത്രിക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയുന്ന. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇവനെ മുട്ടുമടക്കാൻ, പൗലോസിന് മുമ്പിൽ മുട്ടുമടക്കാൻ ഇടയായെങ്കിൽ, കൊലപാതകൻ എന്ന് പറഞ്ഞ നീചനായി കണ്ടവരുടെ മുമ്പിൽ പൗലോസിനെ ഉയർത്തിയെങ്കിൽ പിന്നെ യാത്ര പുറപ്പെടുമ്പോൾ പൗലോസ് പറയുന്നതാണ് അവർക്ക് യാത്രയ്ക്ക് കാരണമാകുത്തിയിരുന്നത്. और हम ये बात को भी देखते हैं कि पौलुस अपनी यात्रा के समय में कई बातों को अपने साथियों को या उस जहाज के लोगों को बता रहे थे, परंतु वे लोग कोई पौलुस की बातों को सुनने के लिए शुरुआत में तैयार नहीं थे। जब वे उस टापू में पहुंचे तब भी वहां के लोग उसके ऊपर दोष लगा रहे थे कि ये हमें सच में खूनी व्यक्ति है। परंतु जब पौलुस के जीवन से परमेश्वर के कार्यों को वो देख रहा था, उसके पश्चात हम देखते हैं कि उस हमें टापू से लौट कर जाने के समय में आमीन वे लोग पौलुस की बातों पर आमीन गौर करते हैं, पौलुस की बातों को मानते थे, और पौलुस जैसे कहता था वैसे आमीन जहाज चलाने वाले लोग भी अपने कार्यों को कर रहे थे। വിശ്വസിക്കാൻ തയ്യാറാകെ, ദൈവം നമുക്ക് വേണ്ടി ചിലത് നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. എവിടൊക്കെ തകർന്നുവോ, എവിടൊക്കെ അസ്തമിച്ചോ എന്ന് ചിന്തിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞതുപോലെ യഹോവ നമുക്ക് വേണ്ടി നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. आज सुबह के समय में यह विश्वास करना है कि परमेश्वर हमारे लिए उत्तम बातों को पहले से तैयार कर रखे हैं। जिस प्रकार से अब्राहम ने अपने पुत्र से कहा कि यहोवा ने हमारे लिए एक अच्छा प्रबंध कर रखा है। ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകെ, നിന്റെ ജീവിതത്തിൽ തകർന്നെന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ഗതിയില്ല എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും നമ്മെ കൈവിടുന്ന അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേലിട്ടുകൊള്ളാൻ കൽപ്പിച്ച ദിവസനെ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ഇടയായ നിശ്ചയമായി അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്ന ഒരു ദൈവമല്ല.
आज सुबह के समय में विश्वास करने के लिए हम तैयार हो जाना है कि हमें आमीन कभी भी वो हाथ ना छोड़ने वाला परमेश्वर है हमारे जीवन में कहीं पर भी। आमीन यदि आप सोच रहे हैं कि आप नष्ट हो रहे हैं या खत्म हो रहे हैं, वो प्रभु कभी भी हमें छोड़ने वाला नहीं है। वो हमेशा हमारा साथ देने वाला परमेश्वर है। യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ പറയാനിടയായി, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറയാനിടയായി. यीशु मसीह के चेलों ने एक समय इस प्रकार से यीशु से बोल रहे थे, क्या हे गुरु, आपको क्या हमारे प्रति कोई चिंता नहीं है कि हम नष्ट होते जा रहे हैं? അവരൊരു തുറമുഖത്ത് എത്തുമെന്ന് അവർക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ കോളങ്ങളും തിരമാലകളും ആഞ്ഞടിച്ചപ്പോൾ ആ തിരമാലയെ ശാന്തമാക്കി അക്കരെ തുറമുഖത്ത് എത്തിച്ച ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് നിനക്കെതിരെ പൊങ്ങി വരുന്നതായ ഓളങ്ങളും തിരമാലകൾ എത്ര വലുതായിക്കൊള്ളട്ടെ, അതിനു മീതെ നടക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. हमारे जीवन में कितना भी चाहे आमीन आंधी तूफान जैसी परिस्थिति क्यों ना आए, तो भी याद रखना उन परिस्थितियों के बीच में भी शांतता के साथ हमें उस पार पहुंचाने के लिए आमीन एक सामर्थी परमेश्वर हमारे साथ है। तो चाहे कितना भी हमारे जीवन में ऐसी परिस्थिति क्यों ना उठे, आमीन वो प्रभु में हमें विश्वास करना है, उसी के बातों में हमें भरोसा करके आगे बढ़ना है। वो हमें एक सुखद अंत की ओर हमारे जीवन को ले चलेगा। इन वचनों के द्वारा परमेश्वर आप सभी को अनुग्रह और आशीष देने पाए। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा प्रभु हम सभी को अनुग्रह आशीष देने पाए। ഓക്കെ.